T20 വേൾഡ് കപ്പിന് ശേഷം ക്രിക്കറ്റ് ലോകം വീണ്ടും ടെസ്റ്റ് ക്രിക്കറ്റിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഓരോ മത്സരങ്ങളും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ടേബിളിനെ ബാധിക്കുമ്പോൾ നിലവിലെ പോയിന്റ്സ് ടേബിൾ അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇതുപോലുള്ള കായിക ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കഴിഞ്ഞ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോലെ തന്നെ ഇന്ത്യയും ഓസ്ട്രേലിയയും തന്നെയാണ് ഇപ്പോഴും ടേബിൾ ടോപ്പിൽ. 68.52% ഇന്ത്യ ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ 62.5% രണ്ടാം സ്ഥാനത്ത് തുടരുന്നു. T20 വേൾഡ് കപ്പിന് ശേഷം ഇരു ടീമുകളും ടെസ്റ്റ് മത്സരമൊന്നും കളിച്ചിട്ടില്ല എങ്കിലും നിലവിൽ പോയിന്റ്സ് ടേബിളിന്റെ മുകളിൽ തന്നെ തുടരുന്നു. നവംബറിൽ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടുമ്പോൾ ആദ്യ സ്ഥാനത്ത് ആരാകുമെന്നതിൽ ഒരു തീരുമാനം ആ പരമ്പരയിലുണ്ടാകും. മൂന്നാം സ്ഥാനത്ത് ന്യൂസിലാൻഡ് തന്നെ തുടരുമ്പോൾ 50% അവരുടെ പോയിന്റ്സ് പെർസെന്റേജ്. ഈ കൊല്ലം ആദ്യം ഓസ്ട്രേലിയക്കെതിരെ സ്വന്തം നാട്ടിൽ നേരിട്ട 2-0 തോൽവിയാണ് പ്രഥമ ചാമ്പ്യന്മാർക്ക് ആദ്യ 2 സ്ഥാനം നഷ്ടപ്പെടാൻ കാരണം. ഇനി ശ്രീലങ്കയ്ക്കെതിരെയും ഇന്ത്യക്കെതിരെയും എവേ പരമ്പരകൾ നടക്കാൻ പോകുമ്പോൾ ന്യൂസിലാൻഡിന് ടോപ്പ് 2 എത്തുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ടെസ്റ്റ് ക്രിക്കറ്റ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ വലിയ മുന്നേറ്റം നടത്തിയത് ഇംഗ്ലണ്ടാണ്. ഏറ്റവും അവസാനം 9ാം സ്ഥാനത്ത് നിന്നും 4ാം സ്ഥാനത്തോട്ട് കുതിച്ചെത്താൻ ഇംഗ്ലണ്ടിന് സാധിച്ചു. വെസ്റ്റ് ഇൻഡീസിനെ 3-0 തോൽപ്പിച്ച ഇംഗ്ലണ്ട് ശ്രീലങ്കയ്ക്കെതിരെ ഇപ്പോൾ നടക്കുന്ന പരമ്പരയിൽ 1-0 മുന്നിലാണ്. എങ്കിലും ടോപ്പ് 2 എത്താൻ സാധ്യത കുറവാണ്. ഇംഗ്ലണ്ടിനോട് ആദ്യ ടെസ്റ്റിലേറ്റ തോൽവി ശ്രീലങ്കയെ 5ാം സ്ഥാനത്തോട്ട് പിന്തള്ളിയിരിക്കുകയാണ്. 40% പോയിന്റ്സ് പെർസെന്റേജ്. പാകിസ്ഥാനെ ചരിത്രത്തിൽ ആദ്യമായി തോൽപ്പിച്ചതിനു പിന്നാലെ ബംഗ്ലാദേശ് 6ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. 40% തന്നെയാണ് ബംഗ്ലാദേശിന്റെയും പോയിന്റ് പെർസെന്റേജ്. വെസ്റ്റ് ഇൻഡീസിനെതിരെ 1-0 വിജയിച്ചുവെങ്കിലും സൗത്ത് ആഫ്രിക്ക 38.89 പോയിന്റ് പെർസെന്റേജുമായി 7ാം സ്ഥാനത്താണ്. സൗത്ത് ആഫ്രിക്കയും ഏറെക്കുറെ ഇത്തവണ ഫൈനലിലെത്തില്ല എന്ന കാര്യത്തിൽ ഉറപ്പായി. ബംഗ്ലാദേശിനെതിരെ നാട്ടിൽ ഞെട്ടിക്കുന്ന തോൽവി പാകിസ്ഥാനെ പോയിന്റ്സ് ടേബിളിന്റെ 8ാം സ്ഥാനത്താക്കിയിട്ടുണ്ട്. 30.58% മാത്രമാണ് പോയിന്റ്സ് പെർസെന്റേജ്. ടേബിളിന്റെ ഏറ്റവും അവസാനം വെസ്റ്റ് ഇൻഡീസ് ആണ്. 18.52% മാത്രമാണ് പോയിന്റ്സ് പെർസെന്റേജ്. അടുത്ത ജൂൺ 16 ക്രിക്കറ്റിന്റെ മെക്കയിൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിന് അരങ്ങുണരുമ്പോൾ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല എങ്കിൽ അതൊരു ഇന്ത്യ-ഓസ്ട്രേലിയ പോരാട്ടമാകും. കഴിഞ്ഞ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിന്റെ തനിയാവർത്തനം. ക്രിക്കറ്റിന്റെ ഏറ്റവും മനോഹരമായ ഫോർമാറ്റിന്റെ വിശ്വ പോരാട്ടത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. കഴിഞ്ഞ 2 വട്ടത്തെയും പോലെ അല്ലാതെ ഇത്തവണ ഫൈനലിന്റെ അവസാന വിധി അത് നമുക്ക് സന്തോഷം തരുന്നതാകട്ടെ. അതിനു മറ്റാരെക്കാളും നമ്മൾ തന്നെയാണ് അർഹർ.